ഗുഡ് മോർണിംഗ് എവരി വൺ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ നോമൻക്ലേച്ചർ വരെയായിരുന്നു നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം. സൈക്ലിക് റിംഗ് കോമ്പൗണ്ട്. നമ്മുടെ കാർബണിന് ഇതേപോലെ സൈക്ലിക് റിംഗ് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ റിംഗ് കോമ്പൗണ്ടുകൾ അഥവാ വലയ സംയുക്തങ്ങളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ആലിസൈക്ലിക്കും അരോമാറ്റിക്കും. ആലിസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സൈക്ലിക് ഹൈഡ്രോകാർബൺസ് ആർ സൈക്ലിക് ഹൈഡ്രോകാർബൺ സിമിലർ ടു ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ. അതായത് നമ്മുടെ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബണുകളെ പോലെ തന്നെ അവരെ പോലെ തന്നെ ഉള്ളതാണ് ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ. അവർ എന്താണ് ആൽക്കൈനിനെ നമ്മൾ വലയ രൂപത്തിലേക്ക് എഴുതുക എന്നുള്ളതാണ് ആലിസൈക്ലിക്. അരോമാറ്റിക് എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ സൈക്ലിക് കോമ്പൗണ്ടുകൾ തന്നെയാണ്, പക്ഷേ നല്ലൊരു യുണീക്ക് അരോമയുള്ള ആൾക്കാരാണ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ. അരോമാറ്റിക്കിന് എക്സാമ്പിളാണ് ബെൻസിനും നാഫ്തയും. ഓക്കെ, ബെൻസിനും നാഫ്തലിനും അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആലിസൈക്ലിക് കോമ്പൗണ്ടുകൾക്ക് എന്താണ് നമ്മൾ പറഞ്ഞു, അവർ ആൽക്കീനെ പോലെ തന്നെയാണ്. പക്ഷെ എന്താണ് അവർക്ക് വല രൂപത്തിൽ വരക്കുന്നതിനെയാണ് നമ്മൾ സൈക്ലിക് കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ് അല്ലേ. ആൽക്കെയിൻ ആയതുകൊണ്ട് ഇവിടെ എയിൻ എന്നും കൊടുത്തിട്ടുണ്ട്, അപ്പോൾ പെൻറ്റെയിൻ എന്ന് പേര് കൊടുത്തു. ഇനി ഇതിനെ സൈക്ലിക് ആയതുകൊണ്ട് സൈക്ലോ എന്ന പ്രിഫിക്സും ചേർത്ത് കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ആലിസൈക്ലിക് കോമ്പൗണ്ടുകൾക്ക് പേര് കൊടുക്കുക. ഒന്നുമില്ല, ഈ നമ്മുടെ ഹൈഡ്രോകാർബൺസ് തന്നെയാണ് അതിൻ്റെ തൊട്ട് മുമ്പിൽ സൈക്ലോ എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആലിസൈക്ലിന് പേര് കൊടുക്കുന്നത്, ആലിസൈക്ലിക് കോമ്പൗണ്ടുകൾക്ക് പേര് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഇവിടെ നോക്ക്, സൈക്ലോ പെൻറ്റീൻ അല്ലേ. പെൻറ്റീൻ എങ്ങനെ വന്നു? ഇവിടെ നമുക്കറിയാം ആൽക്കീനാണ്. ഇവിടെ കാർബണിൻ്റെ ഇടയിൽ ദ്വിബന്ധനമാണ്, 2 ബോണ്ടാണ്, ഡബിൾ ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റാണ് അല്ലേ. ആൽക്കീൻ ആയതുകൊണ്ട് പെൻറ്റീനാണ്, അതിൻ്റെ മുമ്പിൽ സൈക്ലോ ചേർത്ത് കൊടുത്തു. അങ്ങനെയാണ് സൈക്ലോ പെൻറ്റീൻ ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെയാണ് നമ്മൾ സൈക്ലിക് കോമ്പൗണ്ടുകൾക്ക് പേര് കൊടുക്കുക അല്ലേ. ഇവിടെ നോക്കി, ബ്യൂട്ടീനാണ്, സൈക്ലോ ആയതുകൊണ്ട് സൈക്ലോ ബ്യൂട്ടീൻ. ഓക്കെ, ഇനി അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിൽ പെട്ടതാണ് ബെൻസിനും നാഫ്തയും. ബെൻസിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു കാർബൺ കോമ്പൗണ്ടാണെന്ത് ബെൻസിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. 2 ബെൻസിൻ ചേർന്നതാണ് നാഫ്തലിൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് എല്ലാ പ്രാവശ്യം ബെൻസിനും നാഫ്തലിൻ്റെയും സ്ട്രക്ചർ വരാറുണ്ട്, വരച്ചു വെക്കുക. അത് പിന്നെ മോളിക്കുലാർ ഫോർമുലയും പഠിച്ചു വെക്കുക. അതായത് ബെൻസിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C6H6 ആണ്. നാഫ്തലിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C10ഉം H8ഉം ആണ്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഒരു യുണീക്ക് അരോമയാണ് ഇവർക്കുണ്ടാകുക. നല്ല സ്മെല്ലുള്ള ആൾക്കാരാണ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. ഇവിടെ ആൻസറും കൊടുത്തിട്ടുണ്ട്. ഹിന്റ് അബൌട്ട് സൈക്ലോ കോമ്പൗണ്ട് ആർ given below. It has 6 carbon atom and 12 hydrogen atom അല്ലേ. അപ്പോൾ ഇവിടെ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് 6 കാർബൺ ആറ്റവും 12 ഹൈഡ്രജൻ ആറ്റവും ഉള്ള ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആണെന്ന്. അപ്പോൾ നമുക്കിവിടെ വരക്കാം 1 2 3 4 5 6 കാർബൺ ആറ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് ചുറ്റും 12 ഹൈഡ്രജൻ ആറ്റവും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ വരക്കാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ ഹാവിംഗ് ദ സെയിം മോളിക്കുലാർ ഫോർമുല. ഈ സെയിം മോളിക്കുലാർ ഫോർമുല വെച്ചിട്ട് ഹൈഡ്രോകാർബണിൻ്റെ സ്ട്രക്ചർ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ, അതായത് ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസിൻ്റെ സ്ട്രക്ചർ വരക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം C6H12 എന്ന് പറയുന്നത് ആൽക്കീനാണ് അല്ലേ. കാരണം എത്രയാണോ കാർബൺ അതിൻ്റെ ഡബിളാണ് ഹൈഡ്രജൻ, സോ ആൽക്കീനാണ്. അപ്പോൾ ഓപ്പൺ ചെയിൻ വരക്കാൻ പറയുമ്പോൾ ആൽക്കീനാണ് വരക്കേണ്ടത്. അപ്പോൾ ആൽക്കീനാകുമ്പോൾ നമുക്കറിയാം ആ ഒരു കോമ്പൗണ്ടിൽ എവിടെയെങ്കിലും ഒരു ദ്വിബന്ധനം ഡബിൾ ബോണ്ട് കൊടുക്കുക, 6 കാർബൺ വരക്കുക, അതേപോലെ തന്നെ അതിന് അനുസരിച്ചിട്ടുള്ള ഹൈഡ്രജനും കൊടുക്കുക. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ആൽക്കെയിൻ ഹാവിങ് ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം അല്ലേ. അതായത് C6 കാർബൺ ആറ്റത്തെ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൽക്കെയിൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഇക്വേഷൻ CnH2n+2 ആണ്. എത്രയാണോ കാർബൺ അതിൻ്റെ ഡബിൾ +2 ആണ് ഹൈഡ്രജൻ ആൽക്കെയിനിൽ ഉണ്ടാവുക അല്ലേ. അപ്പോൾ 6ൻ്റെ ഡബിൾ 12 ആണ്, 12 + 2 14 ആണ്. അപ്പോൾ നമുക്ക് ഇതേ കാർബൺ വെച്ചിട്ടുള്ള ആൽക്കെയിനിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്കുലാർ ഫോർമുലയും അവിടെ സിമ്പിളായിട്ട് കിട്ടി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ദെൻ
നെക്സ്റ്റ് വൺ കാറ്റിനേഷൻ ആണ്. എന്താണ് കാറ്റിനേഷൻ? കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ കാർബണിന് മാത്രമുള്ള, ബാക്കിയുള്ള എലമെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാർബണിലാണ് നമുക്കിത് കാണാൻ കഴിയുക. അതായത് കാറ്റിനേഷൻ ഈസ് ദ സെൽഫ് ലിങ്കിങ് എബിലിറ്റി ആണ്. അതായത് സെൽഫ് ലിങ്കിങ് എബിലിറ്റി ആണ് കാർബൺ ആറ്റങ്ങളുമായിട്ട് തന്നെ കമ്പൈൻ ചെയ്ത് എന്ത് ഒരുപാട് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് കാറ്റിനേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ എത്ര കാർബൺ ആറ്റങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാർബണിന് വീണ്ടും കമ്പൈൻ ചെയ്ത് പോകാൻ പറ്റുമെന്ന് അർത്ഥം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കാറ്റിനേഷൻ പ്രോപ്പർട്ടി എന്ന് വിളിക്കുക. കാറ്റിനേഷൻ ഈസ് ദ എബിലിറ്റി ഓഫ് ദി ആറ്റം ഓഫ് എൻ എലമെൻറ്റ് കമ്പൈൻ എമംഗ് ദംസെൽഫ് ഇൻ കമ്പാരിസൺ ടു അതർ എലമെൻറ്റ്. അല്ലേ, അതർ എലമെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കഴിവ് ഏറ്റവും കൂടുതലുള്ള ആളാണ് നമ്മുടെ കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോസിൽ ഫ്യൂവൽസിനെ പറ്റിയിട്ടാണ്. പെട്രോളിയം, കോൾ, നാച്ചുറൽ ഗ്യാസ് ആണ് ഫോസിൽ ഫ്യൂവൽ. അപ്പോൾ ഫോസിൽ ഫ്യൂവൽസിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പെട്രോളിയം, കോൾ, അതേപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്. അതിൽ പെട്രോളിയത്തിനെ നമുക്കറിയാം, പെട്രോളിയം അഥവാ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ഒരു ഫോസിൽ ഫ്യൂവലാണ്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് വേരിയസ് ഹൈഡ്രോ കാർബൺസ് ആൻഡ് ഈസ് മൈൻഡ് ഫ്രം ദി ബിനീത്ത് ദ എർത്ത് സർഫേസ്. അല്ലേ, നമ്മുടെ ഭൂമിക്കടിയിൽ നിന്ന് നമുക്കറിയാം നമ്മുടെ ആനിമൽസിൻ്റെ റിമൈൻസിൽ നിന്നും ഒരുപാട് വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് പെട്രോളിയം എന്ന് പറയുന്നത്. അല്ലേ, അത് നമുക്കറിയാം, നമ്മൾ എല്ലാവരും മരണശേഷം അല്ലെങ്കിൽ നമ്മൾ ജീർണിക്കുകയാണ് ചെയ്യുക. അല്ലേ, നമ്മൾ ഡെഡ് ബോഡി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിനടിയിൽ വെച്ച് അത് ജീർണന പ്രക്രിയ നടന്ന്, അല്ലേ, അത് ഹൈഡ്രോ കാർബണായിട്ട് മാറുകയാണ് ചെയ്യുക. അതിനെയാണ് നമ്മൾ അതാണ് പെട്രോളിയം. അതിൽ നിന്നാണ് ആനിമൽസിൻ്റെ റിമൈൻസിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത്. അപ്പോൾ പെട്രോളിയത്തിൽ അടങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് പെട്രോൾ, നാഫ്ത, ഡീസൽ, കെറോസിൻ ഒക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ചെറിയ ബോയിലിംഗ് പോയിന്റിൽ വ്യത്യാസമുള്ളതിനെ വേർതിരിച്ചെടുക്കുന്ന സെപ്പറേറ്റിംഗ് മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പോൾ ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് എന്ത് ചെയ്യുക? പെട്രോളിയത്തിൽ നിന്ന് പെട്രോളിനെയും നാഫ്ത, കെറോസിൻ, അതേപോലെ കെറോസിൻ, ഡീസലിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് പെട്രോളിയം. ഇനി നെക്സ്റ്റ് ആണ് കോൾ എന്ന് പറയുന്നത്. കോൾ എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ റിമൈൻസിൽ നിന്നുണ്ടാവുന്നതാണ് കോള്. Coal is also a fossil fuel obtained from the depths of the earth like petroleum. പെട്രോളിയത്തിനെ പോലെ തന്നെ നമ്മുടെ ഭൂമിക്കടിയിൽ നിന്ന് എടുക്കുന്നതാണ് കോളും. Coal is formed as a result of the carbonization of a plant remains that lie buried in the soil for years. അതായത് അനേകായിരം വർഷങ്ങൾ കൊണ്ട് പ്ലാന്റ്സ് ഇങ്ങനെ ബറീഡായിട്ട്, അതായത് പ്ലാന്റ്സിൻ്റെ റിമൈൻസിൽ നിന്ന് കിട്ടുന്നതാണ് കോൾ എന്ന് പറയുന്നത്. അപ്പോൾ കാർബണൈസേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് നമുക്ക് കോളിനെ കിട്ടുക. കാർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ അതൊരു പ്രോസസ്സാണ് ബൈ വിച്ച് റിമൈൻസ് ഓഫ് പ്ലാന്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു കാർബൺ. അതായത് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് റിമൈൻസ് കാർബണായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. എയറിൻ്റെ പ്രസൻസ് ഇല്ലാതെ ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും പ്ലാന്റ്സിൻ്റെ റിമൈൻസ് കാർബണായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? കാർബണൈസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, പിന്നെയുള്ള അടുത്ത ഫോസിൽ ഫ്യൂവലാണ് നേച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. അതൊരു ഫോസിൽ ഫ്യൂവലാണ്. ഇറ്റ് ഈസ് ഓഫൺ ഫൗണ്ട് വിത്ത് പെട്രോളിയത്തിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരാളാണ് നേച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്, ഗ്യാസ് എന്ന് പറയുന്നത് മീഥെയിനാണ്. ഓക്കെ, ഇനി CNG ഉണ്ട്, LNG ഉണ്ട്. CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇത് നമുക്കറിയാം പൊല്യൂഷൻ ഫ്രീ വെഹിക്കിൾസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂവലാണ് CNG. അതേപോലെ LNG എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. അത് നമ്മുടെ ഗെയിൽ പൈപ്പുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് LNG എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ളതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷത്തിൽ നമ്മുടെ ഒരുപാട് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ്, അതേപോലെ തന്നെ ക്ലോറോ കാർബൺ, അങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്, പ്രസൻ്റ് ആയിട്ടുണ്ട് അല്ലേ. അതിനെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മുടെ സൺലൈറ്റിൽ നിന്ന് നമുക്കറിയാം അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇൻഫ്രാറെഡ് റേസും കൂടി ഭൂമിയിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. ഈ ഇൻഫ്രാറെഡ് റേസ് എന്ന് പറയുന്നത് ഭയങ്കര ഹീറ്റുള്ള ഒരു റേസാണ്.
ഹീറ്റ് റേഡിയേഷൻസ് ആണ് എന്ത് ഇൻഫ്രാറെഡ് റേസിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഇൻഫ്രാറെഡ് റേസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെത്തി നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഈ റേഡിയേഷൻ ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ആൻഡ് റേഡിയേറ്റഡ് ഫ്രം ദി എർത്ത് അല്ലെ, ഇതെന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യും? തിരിച്ച് ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വിടാതെ അന്തരീക്ഷത്തിൽ തന്നെ പിടിച്ചു നിർത്തും. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ ഹൈ ആവും, ഭയങ്കര ടെമ്പറേച്ചർ കൂടും. ഇതിനെയാണ് നമ്മൾ ഈ ഒരു ഇങ്ങനെ ടെമ്പറേച്ചർ കൂടുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയാം. ഈ ഒരു ഫിനോമിനക്കാണ് നമ്മൾ എന്ന് വിളിക്കുക. ഈ ഒരു പ്രതിഭാസം, ഇങ്ങനെ ഇൻഫ്രാറെഡ് റേസ് വരുന്നു, അന്തരീക്ഷത്തിലെ ഗ്യാസ് അതിനെ തടഞ്ഞു വെക്കുന്നു, മുകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റാതെ തടഞ്ഞു നിർത്തുന്നു. തന്മൂലം നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രതിഭാസം, ഈ ഒരു ഫിനോമിനക്കാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.